اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. الله الذي جعل لكم الأرض قرارا والسماء بناء وصوركم فأحسن صوركم ورزقكم من الطيبات ذلكم الله ربكم فتبارك الله رب العالمين. هو الحي لا إله إلا هو فادعوه مخلصين له الدين. الحمد لله رب العالمين. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും വിജയവും ലഭിക്കുന്നത് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് എത്രത്തോളം പൂർണ്ണമായിട്ടുണ്ടോ അതിനനുസരിച്ച. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിടുമ്പോഴും പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോഴും അതുപോലെ തന്നെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ അറിവ്, സുദൃഢമായ വിശ്വാസം, അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചുള്ള അറിവ്, ഇതൊക്കെയാണ് മനസ്സിന് ശാന്തി നൽകുന്നത്, സമാധാനം നൽകുന്നത്, ജീവിതത്തിന് വിജയം നൽകുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് എത്രത്തോളം പൂർണ്ണമാണോ അതിനനുസരിച്ചാണ് ഒരു മനുഷ്യൻ നന്മയിൽ നിലനിൽക്കുകയും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഖശിയത്തുല്ലാഹി മുതവഫഖത്തുൻ അലാ മഅരിഫത്തി ജലാലില്ലാഹി വഅളമതിഹി. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അവന്റെ മഹത്വത്തെ കുറിച്ച്, ഔന്നിത്യത്തെ കുറിച്ചുള്ള അറിവിനെ ആശ്രയിച്ചിരിക്കുന്നു ഒരാളുടെ അള്ളാഹുവിനുള്ള കീഴൊതുങ്ങൽ. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് എത്രത്തോളം മനസ്സിലാക്കുകയും യഖീനായ സുദൃഢമായ ഈമാൻ നമ്മുടെ മനസ്സിൽ ഉണ്ടോ അതിനനുസരിച്ച് അള്ളാഹുവിന് കീഴൊതുങ്ങുന്ന ഒരവസ്ഥ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ്. കാരണം ഞാൻ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയവനാണ്. അള്ളാഹുവിനെ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് കൊണ്ട് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവനും കീഴൊതുങ്ങി ജീവിക്കുന്നവനും ഞാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നമുക്ക് ഇന്ന്
അള്ളാഹുവിനെ കുറിച്ചുള്ള സുദൃഢമായ വിശ്വാസം ലഭിക്കാൻ മുഅ്ജിസത്ത് കാണിക്കുന്ന ഒരു പ്രവാചകൻ നമ്മുടെ മുമ്പിലില്ല. പകരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടേച്ചു പോയ മുഅ്ജിസത്താകുന്ന വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്. ആ ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുക, ആ ഗ്രന്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് വളരെ കൃത്യമായി നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോൾ മാത്രമേ അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ അറിവും സുദൃഢമായ യഖീനായ ഈമാനും എനിക്കും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെയുള്ള യഖീനായ ഈമാനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭൗതിക ജീവിതത്തിലെ എന്തെന്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടോ അതൊക്കെ നമുക്ക് നിസ്സാരമായി തോന്നുകയും അള്ളാഹു ആണ് അക്ബർ, അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ മറ്റുള്ളതെല്ലാം നിസ്സാരമാകും. അങ്ങനെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കും. വിശുദ്ധ ഖുർആൻ അല്ലാഹു ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫഅലം നീ അറിയണം, അന്നഹു തീർച്ചയായും ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു അല്ലാതെ നിനക്കൊരു ആരാധ്യനില്ല എന്ന് നീ അറിയണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ ആ അല്ലാഹു ആരാണ് എന്ന് വളരെ കൃത്യമായി ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖുർആൻ നിങ്ങൾ കേവലം ഒരു അള്ളാഹുവിൽ അങ്ങ് വിശ്വസിക്കണം. നിങ്ങൾക്ക് ജന്മം നൽകിയത്, ജീവിതം നൽകിയത് അള്ളാഹു ആണ്. ആ അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. അങ്ങനെ തിരിച്ചു പോകുന്ന അവന്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിവസമുണ്ട്, പരലോകമുണ്ട് എന്ന് പറയുമ്പോ നിങ്ങൾ അത് അന്ധമായി അങ്ങ് വിശ്വസിക്കണം എന്ന് പറയുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് ബുദ്ധിയുള്ള മനുഷ്യന്റെ മുമ്പിൽ ഒരിക്കലും മനുഷ്യന് നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യങ്ങളെ മനുഷ്യന്റെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹു അവനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് അവൻ അലീമാണ്, ഖബീർ, സമീഅ്, ബസീർ, ഖദീർ. ഇതൊക്കെ അള്ളാഹു അവനെ നമുക്ക് പരിചയപ്പെടുത്തുന്ന വാക്കുകളാണ്. അള്ളാഹു ഖബീർ എന്ന് പറഞ്ഞാൽ അള്ളാഹു സൂക്ഷ്മജ്ഞാനിയാണ്. അലീം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ. സമീഅ് എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവൻ. ബസീർ എന്ന് പറഞ്ഞാൽ എല്ലാം കാണുന്നവൻ. ഖദീർ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും കഴിവുള്ളവൻ. അപ്പൊ എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന സൂക്ഷ്മജ്ഞാനിയായ സർവശക്തനായ എല്ലാറ്റിനും കഴിവുള്ള ഒരു പടച്ച തമ്പുരാൻ നിങ്ങൾക്കുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുമ്പോ അത് കേവലം നിങ്ങൾ അന്ധമായി അങ്ങ് വിശ്വസിക്കണമെന്ന് പറയാതെ എന്റെയും നിങ്ങളുടെയും കണ്ണ് തുറപ്പിക്കുന്ന രൂപത്തിൽ, നമ്മുടെ ബുദ്ധിയെ കൊണ്ട് അംഗീകരിപ്പിക്കുന്ന രൂപത്തിൽ എന്ന് പറഞ്ഞാൽ അഹങ്കാരിയല്ലാത്ത ഏതൊരു മനുഷ്യനും അവന്റെ ബുദ്ധി ഉപയോഗിച്ച് കൃത്യമായി ബോധ്യപ്പെടുന്ന രൂപത്തിൽ ആ കാര്യം മനുഷ്യന്റെ മുമ്പിൽ സമർത്ഥിച്ചുകൊണ്ടാണ് പടച്ച തമ്പുരാൻ അത് നമ്മോട് പറയുന്നത്. ഇപ്പൊ ഖുർആനിൽ അല്ലാഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ ما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب منير. ويعلم ما في البر والبحر. കരയിലും കടലിലും ഉള്ളത് മുഴുവൻ അവൻ അറിയുന്നു. മാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, അവന്റെ അറിവില്ലാതെ ഒരു ഇല പോലും കൊഴിഞ്ഞു വീഴുന്നില്ല. വലാ റത്ബിൻ വലാ യാബിസിൻ, ഒരു ഉണങ്ങിയതോ ഒരു പച്ചയായതോ ഒന്നുമില്ല. ഇല്ലാ ഫീ കിതാബിൻ മുനീർ, അവന്റെ അടുക്കൽ വ്യക്തമായ റെക്കോർഡിൽ ഉണ്ടായിട്ടല്ലാതെ. അപ്പോ ഘോര വനാന്തരങ്ങളിലെ ഒരു ചെറിയ ഇല കൊഴിഞ്ഞു വീഴുന്നത് പോലും അവൻ അറിയുന്നു. സമുദ്രത്തിന്റെ അഗാധമായ അന്ധകാരങ്ങളിൽ ഒരു ചെറു മത്സ്യത്തിന്റെ ചലനം വരെ അവൻ അറിയുന്നു. പാറക്കെട്ടുകൾക്കിടയിലുള്ള ഒരു ചെറിയ ഉറുമ്പിന്റെ ചലനം പോലും അവൻ അറിയുന്നു. അങ്ങനെയൊക്കെ അള്ളാഹു അവനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തുമ്പോ നമുക്കിങ്ങനെ തോന്നും, എങ്ങനെയാണ് പടച്ച തമ്പുരാൻ അത്ര സൂക്ഷ്മമായി അറിയുന്നത് എന്ന്. മനുഷ്യന്റെ മനസ്സിലൊരു സംശയം ഉണ്ടാവും. അപ്പൊ അള്ളാഹു അതിന് പറയുന്നത് എന്താ അറിയോ? അള്ളാഹു പറയാണ്, അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. ആ ചെറിയ ഉറുമ്പിനെയും ചെറിയ മത്സ്യത്തെയും ഇലകളെയും പുൽക്കൊടികളെയും എല്ലാം സൃഷ്ടിച്ചതാരാണ്? സൃഷ്ടിച്ചതാരാണ്? ഒരു അണുവിനെ പോലും സൃഷ്ടിച്ചതാരാ? അള്ളാഹ് ചോദിക്കുന്ന അലാ യഅലമു മൻ ഖലഖ, ഇതിനെയൊക്കെ സൃഷ്ടിച്ചവൻ ആരാണ്? ആ സൃഷ്ടിച്ചവൻ അതിനെയൊക്കെ അറിയുന്നവനല്ലയോ? വഹുവൽ ലത്തീഫുൽ ഖബീർ, അവൻ സൂക്ഷ്മജ്ഞാനിയും നിഗൂഢമായ രഹസ്യങ്ങൾ അറിയുന്നവനുമാണ്. അവൻ സകല ഭൂമിയിലുള്ള എല്ലാ
അണു മുതൽ വരെയുള്ള മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ ആരാണോ ആ സൃഷ്ടിച്ചവൻ ഇതിനൊക്കെ അറിയില്ല എന്ന് അള്ളാഹ് ചോദിക്കുന്നത്. സൃഷ്ടിക്കാൻ അള്ളാഹ്ക്കറിയാം, അപ്പൊ സൃഷ്ടിച്ച സൃഷ്ടികളെ കുറിച്ച് അറിയാതെ വരുമോ? അങ്ങനെ വരൂലല്ലോ. അപ്പൊ അള്ളാഹ് പറയാ കൃത്യമായിട്ട് അറിയുന്നവനാണ് പടച്ച തമ്പുരാൻ എന്ന്. നോക്കൂ നിങ്ങള്, ഇത് നമ്മളെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു അലീമാണ്, ഖബീറാണ്, സമീഉ, ബസീർ, ഖദീർ, എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന സൂക്ഷ്മജ്ഞാനിയായ സർവശക്തനായ റബ്ബ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ ഖുർആൻ സ്വീകരിച്ച ഒരു ശൈലിയുണ്ട്. ഖുർആനിൽ എനിക്കും നിങ്ങൾക്കും സുപരിചിതമായ അധ്യായമാണ് സൂറത്ത് യാസീൻ, സൂറത്ത് ഖാഫ്, സൂറത്ത് വാഖിഅ, സൂറത്ത് മുൽക്ക്. ഈ സൂറകളൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. ആ സൂറകളൊക്കെ പരിശോധിക്കുമ്പോ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് വളരെ കൃത്യമായി ഇപ്പറഞ്ഞ വിശേഷണങ്ങളുള്ള അള്ളാഹുവിനെ എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുന്നതെന്നറിയോ? ആ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹു സൃഷ്ടിച്ചു വെച്ച അത്ഭുതകരമായ, സൂക്ഷ്മമായ, സങ്കീർണമായ സൃഷ്ടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഇങ്ങനെ സൃഷ്ടിച്ചവൻ സൂക്ഷ്മജ്ഞാനി അല്ലയോ എന്ന് ചോദിക്കുന്നത്, ഇങ്ങനെ സൃഷ്ടിച്ചവൻ സർവശക്തനല്ലയോ എന്ന് ചോദിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഗാഫിറിൽ അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർദ ഖറാറാ വസ്സമാഅ ബിനാഅൻ വസവ്വറകും ഫഅഹ്സന സുവറകും വറസഖകും മിനത് ത്വയ്യിബാതി ദാലികുമുല്ലാഹു റബ്ബുകും ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർദ ഖറാറ. ആദ്യം തന്നെ അള്ളാഹിനെ പരിചയപ്പെടുത്താൻ വേണ്ടി അള്ളാഹ് പറയാം, അള്ളാഹു എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളവനാണെന്ന് അറിയോ? ഈ ഭൂമിയെ നിങ്ങൾക്ക് സ്ഥിരതയുള്ളവനാക്കി തന്നവനാണ്. നിങ്ങൾക്ക് ഭൂമിയെ സ്ഥിരതയുള്ളതാണ്. ആദ്യം റബ്ബിന്റെ കഴിവ് പരിചയപ്പെടുത്താൻ അള്ളാഹ് പറയുന്നത് നിങ്ങൾ സൃഷ്ടിക്കുന്ന ഭൂമിയെ സ്ഥിരതയുള്ളവനാക്കി തന്നാണ്. എന്തിനാണ് അത് പറഞ്ഞത്? പല സ്ഥലങ്ങളിൽ വ്യത്യസ്ത രൂപത്തിൽ ഈ വിഷയങ്ങൾ ഖുർആൻ ആവർത്തിക്കുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ഭൂമി ഒരു മണിക്കൂറിൽ 60, 70, 80 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ കയറിയിട്ട് പിടിക്കാതെ ഒന്ന് നിന്ന് നോക്കണം, അപ്പൊ വിവരം അറിയാം. എന്നാല് ഈ ഭൂമി മണിക്കൂറിൽ 1600-ലധികം കിലോമീറ്റർ വേഗതയിൽ നമ്മളെ കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ചലനം നമ്മൾ അറിയുന്ന പോലുമില്ല. അപ്പോ നമ്മൾ അറിയുന്ന പോലും, അപ്പൊ നമ്മുടെ മനസ്സിനും നമ്മുടെ ബുദ്ധിക്കും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളെ സൃഷ്ടിച്ച് സംവിധാനിക്കാൻ കഴിവുള്ളവനാണ് റബ്ബ്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായി വാസയോഗ്യമായ രൂപത്തിൽ സ്ഥിരപ്പെടുത്തി തന്നിരിക്കുന്ന ഈ ഭൂമി, അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് റബ്ബിന്റെ കഴിവ് ബോധ്യപ്പെടുന്ന. ഇപ്പൊ പരലോകത്ത് നമുക്ക് ശുപാർശകനായിട്ട് വരുമെന്ന് പറഞ്ഞ സൂറത്ത് മുൽക്കില് അതിന്റെ 1-ാമത്തെ വചനം എന്താണ്? തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. 1-ാമത്തെ ആയത്ത് തന്നെ തബാറക, അനുഗ്രഹീതന, അല്ലദീ ബിയദിഹിൽ മുൽക്ക്, ഈ സകല പ്രപഞ്ചത്തിന്റെയും പരമാധികാരം ആരുടെ കയ്യിലാണോ അവൻ അനുഗ്രഹീതനായിരിക്കുന്നു. എന്നിട്ട് അള്ളാഹ് പറയുന്ന കാര്യം എന്താ? വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു. അപ്പൊ അള്ളാഹു ഖദീറാണ്, അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവരാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ മുമ്പിൽ തെളിവായിട്ട് അള്ളാഹു സമർപ്പിക്കുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിന്റെ പരമാധികാരമാണ്. ഈ പ്രപഞ്ചം നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയും സൂര്യനും ചന്ദ്രനും അടങ്ങുന്ന ഈ പ്രപഞ്ചം, അതിന്റെ പരമാധികാരം, അതിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണോ അവൻ എല്ലാറ്റിനും കഴിവുള്ളവൻ. അപ്പൊ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് സമർത്ഥിക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നമ്മളെ മുമ്പിൽ വെച്ചത്. അതെന്തിനാ ബുദ്ധിയുള്ള ആളുകളുടെ മുമ്പിൽ അത് വെച്ചിട്ടുള്ളത്? അള്ളാഹു ഖദീറാണെന്ന് ഈ ഭൂമിയെ കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകും. ഈ ഭൂമി ഗോളാകൃതിയായ ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും മേലോട്ട് തലവെച്ച് ഇരിക്കുന്നു. കുറെ ആളുകൾ അങ്ങോട്ട് തലവെച്ചിരിക്കുന്നു, കുറെ ആളുകൾ ആ ഭാഗത്തേക്ക് തലവെച്ചിരിക്കുന്നു, കുറെ ആളുകൾ ഈ ഭാഗത്തേക്ക് തലവെച്ചിരിക്കുന്നു. എല്ലാവർക്കും തോന്നുന്നത് ഞങ്ങൾ കുത്തനെ മേലോട്ട് തലവെച്ചിരിക്കുകയാണ്. ആർക്കും ഇത് കറങ്ങി ഇങ്ങനെ വരുമ്പോ നമുക്കാർക്കും തല കുത്തനെയാണെന്ന് തോന്നുന്നില്ല. ഇത് കറങ്ങുന്നതുകൊണ്ടാണല്ലോ രാവും പകലും ഉണ്ടാവുന്നത്. അത് പറഞ്ഞിട്ട് അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥ ചൂണ്ടിക്കാണിച്ചിട്ട് അള്ളാഹ് ഖദീറാന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളെ സംവിധാനിക്കാൻ കഴിവുള്ള സർവശക്തനാണ് അള്ളാഹു.
ഈ സകല വസ്തുക്കളുടെയും പരമാധികാരം ആരുടെ കയ്യിലാണോ അവൻ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു സൂറത്ത് ഗാഫിറിൽ ഉപരിലോകത്തെ നിങ്ങൾക്ക് ഒരു എടുപ്പ് പോലെ സംരക്ഷണമാക്കി തന്നിരിക്കുന്നു. സ്വവ്വറക്കും നിങ്ങളെ സൃഷ്ടിപ്പിച്ച് രൂപപ്പെടുത്തിയിരിക്കുന്നു. ഫഅഹ്സന സുവറക്കും ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഖുർആനിൽ നമുക്കറിയാം ഏറ്റവും ആദ്യം നമ്മോട് ചിന്തിക്കാൻ പറഞ്ഞത് നമ്മളെ കുറിച്ചാണ്. അള്ളാഹു അലീമാണ്, എല്ലാം അറിയുന്നവനാണ്, ഖബീറാണ്, സൂക്ഷ്മജ്ഞാനിയാണ്, ഖദീറാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടാൻ ഏറ്റവും ആദ്യം നമ്മോട് ചിന്തിക്കാൻ പറഞ്ഞത് ഖുർആനിൽ ഏറ്റവും ആദ്യം അവതരിച്ച അധ്യായം, സൂറത്ത്, ആയത്ത് ഏതാ നമുക്കൊക്കെ അറിയാം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തുകളാണ്. ആ ആയത്തിൽ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കാൻ, മനുഷ്യന്റെ സംവിധാനത്തെ, സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാനാണ് വേണ്ടി പറയുന്നത്. എന്നിട്ട് പല സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, അല്ലാഹു എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ തന്നെ തെളിവുണ്ട്. വഫീ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിൽ തന്നെ അതിന് തെളിവുണ്ട്. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ എന്ന്. നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ല, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണെന്ന് തെളിവ് നിങ്ങളുടെ ശരീരത്തിൽ തന്നെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ല എന്ന് അള്ളാഹ് ചോദിക്കാം. നാളെ പരലോകത്തിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കണം എന്ന് പറഞ്ഞിടത്ത് അള്ളാഹു നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ, നിങ്ങൾ പരലോകത്തിന് വേണ്ടി പ്രയത്നിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ പ്രയത്നിക്കണം എന്ന് പറഞ്ഞ ശേഷം ഖുർആൻ ചോദിക്കുക, നിങ്ങൾക്ക് ആ പരലോകം ബോധ്യപ്പെടാൻ മാത്രം നിങ്ങൾക്ക് രണ്ട് കണ്ണ് തന്നിട്ടില്ല, സംസാരശേഷിയും വിശദീകരിക്കാനുള്ള കഴിവും തന്നിട്ടില്ല. എന്തിനാ പടച്ച തമ്പുരാൻ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കണം, എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുന്ന നിങ്ങൾക്ക് രണ്ട് കണ്ണ് തന്നില്ലെന്ന് ചോദിച്ചത്? ആ പരലോകം ബോധ്യപ്പെടാൻ മാത്രം മതിയായതാണ് ഈ കണ്ണുകൾ എന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ആ പരലോകം ബോധ്യപ്പെടാൻ മാത്രം മതിയായതാണ് നമ്മുടെ കാത് എന്നത് കൊണ്ടാണ്. അപ്പൊ നോക്കൂ നിങ്ങള്, ഇവിടെയുള്ള പ്രകാശം നമ്മുടെ കണ്ണിൽ തട്ടിയിട്ട് നൂലിനേക്കാൾ നേർത്ത ഒരു ധമനിയിലൂടെ തലച്ചോറിലേക്ക് പോകാണ്. മുമ്പിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, അയാൾ ചുണ്ടിങ്ങനെ ചലിപ്പിക്കുന്നുണ്ട്, അയാൾ കൈകാൽ ഇങ്ങനെ ഇളക്കുന്നുണ്ട്, കൈ ഇങ്ങനെ ഇളക്കുന്നുണ്ട് എന്നൊക്കെ തലച്ചോറ് പറഞ്ഞുതരാം. കാത് കേൾക്കൂലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂല. ഇവിടെ മുമ്പിൽ നിൽക്കുന്നവൻ ചുണ്ടിങ്ങനെ അലപ്പിക്കുന്നവൻ കൈ കളിക്കുന്നത് ചലിപ്പിക്കുന്നത് കാണുള്ളൂ. കാത് കേൾക്കൂലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കൂല. ആ കാണുന്ന അതേ സമയത്ത് തന്നെ ഞാൻ പറയുന്ന ശബ്ദം കാതുകൾ ചെന്ന് അടിച്ചിട്ട് ആ നൂലിനേക്കാൾ നേരത്തെ ധമനികളോടെ തലച്ചോറിലേക്ക് പോകാണ്. മെസ്സേജ് വന്നിട്ട് അയാൾ പറയുന്ന ഓരോ അക്ഷരവും ഇന്നതാണെന്ന് തലച്ചോറ് പറഞ്ഞുതരാം. എത്ര അത്ഭുതകരമായ സൃഷ്ടിപ്പാണ് അത് ചൂണ്ടിക്കാണിച്ചിട്ട് റബ്ബ് നിങ്ങൾക്ക് കേൾവി ഏർപ്പെടുത്തി തന്നു, വൽ അബ്സാറ കാഴ്ച ഉണ്ടാക്കി തന്നു, വൽ അഫ്ഇദായി കേൾവിയും കാഴ്ചയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള അഫ്ഇദത്ത് ഉണ്ടാക്കി തന്നു. മൃഗങ്ങൾക്കില്ലാത്ത സംഗതിയാണത് അഫ്ഇദത്ത്. അപ്പൊ നമ്മള് അഫ്ഇദത്ത് എന്ന് പറഞ്ഞാല് ഒരു കൂട്ടം മൃഗങ്ങളെ നമ്മൾ റോഡിലൂടെ ഇങ്ങനെ തെളിച്ചുകൊണ്ട് പോവാ. തെളിച്ചുകൊണ്ടുപോകുമ്പോ എതിർ സൈഡിൽ നിന്ന് വാഹനം വന്നു, റോഡിൽ നിന്ന് ഈ മൃഗങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടി നമ്മൾ മൃഗത്തെ അടിച്ച് റോഡ് സൈഡിലേക്കാക്കി. അങ്ങനെ സൈഡിലേക്കാക്കി പിന്നെയും മൃഗങ്ങൾ റോഡിലേക്ക് തന്നെ കയറി. അപ്പൊ പിന്നെയും ഒരു വാഹനം വരികയാണ്. അപ്പം വാഹനം വരുമ്പോ ഈ റോഡ് എനിക്ക് നടക്കാനുള്ളതല്ല, നേരത്തെ വാഹനം വന്നപ്പോ എന്നെ അടിച്ച് റോഡിൽ നിന്ന് സൈഡിലേക്ക് എന്റെ യജമാനൻ തെളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മാറിക്കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് അടി കിട്ടും, അതുകൊണ്ട് ഇത് എനിക്ക് നടക്കാനുള്ളതല്ല എന്ന് തിരിച്ചറിയാനുള്ള അഫ്ഇദത്ത് ആർക്കില്ല? മൃഗങ്ങൾക്കില്ല. നേരെ മറിച്ച് അവിടെ കാഴ്ചയുണ്ട്. നേരത്തെ വാഹനം വന്നപ്പോൾ മൃഗം കണ്ടിട്ടുണ്ട്, രണ്ടാമത് വാഹനം വന്നപ്പോഴും മൃഗം കണ്ടിട്ടുണ്ട്. അപ്പൊ നേരത്തെ വാഹനം വന്നപ്പോ എന്റെ യജമാനൻ എന്നെ അടിച്ച് റോട്ടിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മാറിക്കൊടുക്കട്ടെ എന്ന് ഗ്രഹിച്ച് മനസ്സിലാക്കാനുള്ള അഫ്ഇദത്തില്ല. അത് മനുഷ്യനുണ്ട്.
അപ്പൊ അള്ളാഹു അത്ഭുതകരമായ നിലക്ക് കാര്യങ്ങളെ കാണാനും കേൾക്കാനും അത് തലച്ചോറിൽ സ്റ്റോർ ചെയ്യാനും ആവശ്യമായ സന്ദർഭത്തിൽ അത് സംസാരത്തിലൂടെയും മറ്റും ഉപയോഗപ്പെടുത്താനും ഒക്കെയുള്ള കഴിവ് നൽകി. ഇതൊക്കെയും അള്ളാഹുവിന്റെ അറിവിനും കഴിവിനും ശേഷിക്കുമുള്ള തെളിവായിട്ട് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ സമർത്ഥിച്ചുകൊണ്ടാണ് സൂറത്ത് യാസീനിലും സൂറത്ത് ഖാഫിലും സൂറത്ത് വാഖിയയിലും സൂറത്ത് മുൽക്കിലും ഒക്കെ അള്ളാഹു അവന്റെ അറിവും കഴിവും ശക്തിയും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാമത് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് ബോധ്യപ്പെടാൻ, ആ ഗ്രന്ഥം പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിനെ കൃത്യമായി ബോധ്യപ്പെടാൻ, ആ അള്ളാഹുവിന്റെ അറിവും കഴിവും ബോധ്യപ്പെടാൻ നമ്മൾ ഖുർആനിലേക്ക് ആഴ്ന്നിറങ്ങുകയും ഖുർആനിൽ നിന്ന് കൃത്യമായി അള്ളാഹുവിനെ മനസ്സിലാക്കുകയും ചെയ്താൽ തീർച്ചയായും നമുക്ക് സുദൃഢമായ വിശ്വാസത്തോടുകൂടി എല്ലാ പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും നേരിട്ടുകൊണ്ട് ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും. ആ നിലക്ക് അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവന് കീഴൊതുങ്ങുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ സജ്ജനങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീൻ റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. അള്ളാഹുവിന്റെ അറിവ് കഴിവ് അത് അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ശൈലി, ഇതൊക്കെയാണ് നമ്മൾ ഒന്നാം ഖുത്ബയിൽ ചെറിയ രൂപത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു അവന്റെ ഗ്രന്ഥത്തിൽ അടിക്കടി ആവർത്തിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അള്ളാഹു. അള്ളാഹുവിനെ അറിയാൻ കഴിയും എന്ന് ഒന്നാം ഖുത്ബയിൽ നമ്മൾ കൃത്യമായിട്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കി. സകല വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ ആരാണോ ആ സൃഷ്ടിച്ചവൻ ഇതിനെ കുറിച്ചൊക്കെ അറിയാനും സാധിക്കുമെന്ന് അള്ളാഹു കൃത്യമായി പറഞ്ഞു. അപ്പൊ നമ്മൾക്ക് കണ്ണ് തന്നു, കാത് തന്നു, തലച്ചോറ് സംവിധാനിച്ചു, എന്നിട്ട് തലച്ചോറിൽ നമ്മൾക്ക് ആവശ്യമായ വിജ്ഞാനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് തന്നു. ഈ കഴിവൊക്കെ ഉണ്ടാക്കാൻ മാത്രമേ അള്ളാഹ്ക്ക് അറിയുള്ളൂ. ആർക്കാണോ ഈ കണ്ണ് സൃഷ്ടിച്ചു കൊടുത്തത്, ഈ കാത് സൃഷ്ടിച്ചു കൊടുത്തത്, ആ തലച്ചോറ് സൃഷ്ടിച്ചു കൊടുത്തത്, അവരെ അത് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു മനസ്സിലാക്കാൻ അള്ളാഹ്ക്ക് കഴിയില്ല. അങ്ങനെ വരുമോ? ഇത് വളരെ സൂക്ഷ്മമായ സങ്കീർണമായ വ്യവസ്ഥയിൽ സൃഷ്ടിക്കാൻ മാത്രം അള്ളാഹ്ക്ക് അറിയാം. ആർക്കാണോ അത് സൃഷ്ടിച്ചു കൊടുത്ത് അവരെങ്ങനെ അത് ഉപയോഗപ്പെടുത്തുന്നു എന്ന് അള്ളാഹ്ക്ക് അറിയില്ല. അങ്ങനെ വരില്ലല്ലോ. അവ സൃഷ്ടിച്ചു കൊടുത്ത് സൃഷ്ടിച്ചവൻ അറിയുന്നവന് അറിയില്ലേ? വഹുവൽ ലത്തീഫുൽ ഖബീർ, അവനെല്ലാം സൂക്ഷ്മമായി അറിയുന്നവൻ നിഗൂഢജ്ഞനുമാകുന്നു എന്ന് പറഞ്ഞു. അള്ളാഹു ആവർത്തിച്ച് നമ്മോട് പറയുന്ന കാര്യമാണ് വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അള്ളാഹു. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഒരിക്കലും അള്ളാഹു അശ്രദ്ധനല്ല. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഒരിക്കലും അള്ളാഹു അശ്രദ്ധനല്ല. അപ്പൊ ഈ ഒരു വിശ്വാസം എത്രത്തോളം നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ അതിനനുസരിച്ച് നമ്മൾ അള്ളാഹുവിന് കീഴൊതുങ്ങുന്ന അവസ്ഥ ഉണ്ടാകും. നമുക്ക് ഭൗതിക ലോകത്ത് അള്ളാഹു പെട്ടെന്ന് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നില്ല എന്നതുകൊണ്ട് ഒരു പക്ഷേ ഇതിൽ സംശയം വന്നേക്കാം. പക്ഷെ അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ചാൽ അള്ളാഹു വളരെ കൃത്യമായി അവന്റെ സൂക്ഷ്മമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. ഖുർആനിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാം അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പദവികൾ ഉയർത്തി കൊടുക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇരട്ടിയായി പ്രതിഫലം നൽകുന്നു. ഇങ്ങനെയൊക്കെ കാണുമ്പോ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് നൽകുന്നു. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും അള്ളാഹ്ക്ക് ചില ആളുകളോട് പ്രത്യേകമായൊരു താല്പര്യം, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. ഒരിക്കലും അല്ല. ഇപ്പൊ സൂറത്ത് യൂസുഫില് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സഹോദരന്മാരുടെ ദുഷ്ടപ്രവർത്തികൾ കുറിച്ചും യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ നിഷ്കളങ്കതയെ കുറിച്ചും പറഞ്ഞിടത്താണ് എന്ത് പറഞ്ഞത്? നർഫഉ ദറജാത്തിൻ മൻ നശാ,
നാം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നാം പദവികൾ ഉയർത്തിക്കൊടുക്കും. എല്ലാ അറിവുള്ളവർക്കും മീതെ സൂക്ഷ്മമായ അറിയുന്ന ഒരുവനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഓരോരുത്തന്റെയും മനസ്ഥിതിയെ കുറിച്ച് കൃത്യമായി ആർക്കറിയാം? അള്ളാഹുവിനറിയാം. ആരൊക്കെയാണ് ഔന്നിത്യത്തിന് അർഹരായത്, ആരൊക്കെയാണ് താഴ്ത്തപ്പെടാൻ അർഹരായത് എന്ന് അള്ളാഹ്ക്കറിയാം. അത് അള്ളാഹ് പറഞ്ഞു, നാം ഉദ്ദേശിക്കുന്ന ആളുകളെ നാം പദവികൾ ഉയർത്തുന്നു. അതുപോലെ തന്നെ സൂറത്ത് അൽ ബഖറയില് മനുഷ്യന്റെ ധർമ്മം ചെയ്യുന്നതിനെ കുറിച്ചുള്ള മനുഷ്യന്റെ മനസ്ഥിതിയെ കുറിച്ച് പറഞ്ഞെടുത്ത എന്ത് പറഞ്ഞത്? വല്ലാഹു യുദാഇഫു ലിമൻ യശാ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ധാരാളം ഇരട്ടിയായി പ്രതിഫലം നൽകുന്നു. ഇപ്പൊ ഞാനും നിങ്ങൾ ഓരോരുത്തരും ഒരു 100 രൂപ വെച്ച് ദാനം നൽകിയാൽ നമ്മളെ കണ്ണിൽ എല്ലാവരും 100 രൂപ ദാനം ചെയ്തു എല്ലാവർക്കും ഒരുപോലെ പ്രതിഫലം കിട്ടണമെന്നാണ് നമ്മളെ മനസ്സിലുണ്ടാവുക. നേരെ മറിച്ച് അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പരലോകത്ത് കിട്ടണം എന്ന ആ നിയ്യത്തിൽ മാത്രം ചെയ്തത് ആരാണ്? അതല്ല ഞാനും ഒരു ധർമ്മിഷ്ഠനാണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ എന്നുള്ള നിയ്യത്ത് ചെയ്തത്. ഇതൊക്കെ സൂക്ഷ്മമായി അറിയുന്നവരാരാണ്? അള്ളാഹു ആണ്. അതുകൊണ്ട് എന്ത് പറഞ്ഞു? അല്ലാഹു യുദാഇഫു ലിമൻ യശാ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ ദലാലത്തിലാക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ഇതൊക്കെ ഖുർആൻ നമ്മൾ ആ ആയത്തിലൊക്കെ അപ്പുറം ഇപ്പുറം ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ, ഭാഷയുടെയും പാരമ്പര്യവാദത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ സത്യത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന ആളുകളും നിഷ്കളങ്കമായി സത്യവും ഹിദായത്ത് കിട്ടണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹവും പ്രാർത്ഥനയും ഉള്ളവരാരാണ്? ഇതൊക്കെ അള്ളാഹ്ക്കറിയാം. ആത്മാർത്ഥമായി എനിക്ക് ഈമാൻ കിട്ടണം, എനിക്ക് ഹിദായത്ത് കിട്ടണം, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളാരാണ്? അള്ളാഹ്ക്കറിയാം. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കും. അഹങ്കാരികൾ ആരാണ്? അള്ളാഹ്ക്കറിയാം. അള്ളാഹു അവരെ ഹിദായത്ത് നിന്ന് തെറ്റിക്കും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക ബികലിമാത്ത്. മോനെ, ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം, കലിമത്തുകൾ, വാചകങ്ങൾ പഠിപ്പിച്ചു തരാം. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, യഹ്ഫദില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. യഹ്ഫദുക, എങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. യഹ്ഫദില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. തജിദ്ഹു തുജാഹക, എങ്കിൽ നിനക്ക് അള്ളാഹുവിനെ നിന്റെ മുമ്പിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുമെന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. അള്ളാഹുവിന്റെ സാന്നിധ്യം, അള്ളാഹുവിന്റെ അറിവ്, കഴിവ്, അള്ളാഹുവിന്റെ ഇടപെടൽ, ഇതൊക്കെ നമുക്ക് അനുഭവിച്ച് അറിയാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. എപ്പോ? അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധത്തോടു കൂടി ജീവിക്കുമ്പോ. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. യാ ഗുലാം ഇഹ്ഫദില്ല തജിദ്ഹു തുജാഹക, നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയെങ്കിൽ അള്ളാഹുവിനെ നിന്റെ മുമ്പിൽ നിനക്ക് കാണാൻ സാധിക്കും എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കാൻ, വിജയം ലഭിക്കാൻ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈമാൻ തെറ്റിപ്പോകാതെ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുക അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ അറിവും യഖീനായ ഈമാനും ലഭിക്കുമ്പോൾ മാത്രമാണ്. ആ യഖീനായ ഈമാൻ ലഭിക്കാൻ അള്ളാഹുവിന്റെ ഖുർആനിലെ അടുത്തറിയാതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അതോടൊപ്പം അള്ളാഹുവിനോട് ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാവുക, സുജൂദിൽ കടന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവെ ഈമാനിൽ നിന്ന് തെറ്റിക്കരുത്, എനിക്ക് യഖീനായ ഈമാൻ നൽകണം എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുക. എങ്കിൽ തീർച്ചയായും നമുക്ക് ഹിദായത്ത് ലഭിക്കുകയും യഖീനായ ഈമാൻ ലഭിക്കുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ മുഅ്മിനായി ജീവിച്ച് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട സ്വാലിഹീങ്ങളായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അങ്ങനെ ശരിയായ ഈമാൻ, യഖീനായ ഈമാൻ ലഭിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹുവിന് യഥാർത്ഥ രൂപത്തിൽ കീഴൊതുങ്ങുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഓരോരുത്തരും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവെ, യഖീനായ ഈമാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, എല്ലാ വഴികേടുകളിൽ നിന്ന് ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അന്ത്യദിനത്തിന്റെ ഫിത്നകളിൽ നിന്ന് ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും കഴിഞ്ഞ കാല ജീവിതത്തിൽ ഞങ്ങൾ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങളോട് പൊറുക്കണം റഹ്മാനെ. വിശാലമായ കാരുണ്യത്തിന്റെ ഉടമയായ റബ്ബേ, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട നിലക്ക് നിന്നിലേക്ക് തിരിച്ചു വരുന്ന വിശ്വാസികളിൽ, വിജയികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും നീ പാപമോചനം നൽകുകയും ഞങ്ങൾ ഏവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ അവർ ബർസഖി ജീവിതത്തിലാണ്. അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റബ്ബേ.
റഹ്മാനായ റബ്ബെ, ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണ റബ്ബെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ സഹിക്കാൻ സാധിക്കാത്ത പരീക്ഷണങ്ങളിലൊക്കെ ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിലും നീ റഹ്മത്തും ബർക്കത്തും ചെയ്യണ റബ്ബെ. രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.